വെൽക്കം ബാക്ക് ടു ആഡ്ലംസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇംഗ്ലീഷിൻ്റെ പബ്ലിക് എക്സാം ആയിരുന്നു. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ടഫ് ക്വസ്റ്റ്യൻ പേപ്പറാണ് വന്നത്. നമ്മൾ ഈ PYQ ഒക്കെ നോക്കുകയാണെങ്കിൽ ലാസ്റ്റത്തെ കുറച്ച് അതായത് ഓൾമോസ്റ്റ് എല്ലാ വർഷവും ട്രാവൽ എസ്സേ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ 8 മാർക്കിൻ്റെ വരലുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ട്രാവൽ എസ്സേ ഇല്ല. ഇതിൽ 8 മാർക്കിന് മഹാത്മാഗാന്ധിൻ്റെ ഇതില്ലേ സ്പീച്ചല്ലേ നോർമലി ചോദിക്കില്ല, അതൊന്നുമല്ല ചോദിച്ചത്. ഇതിൽ ടോട്ടലി ഡിഫറെൻ്റ് ആക്കിയിരിക്കണം 8 മാർക്കിൻ്റെ ആ ഒരു സെക്ഷൻ മൊത്തം. ഇതിൽ ഫസ്റ്റത്തെ 4 മാർക്കിൻ്റെത് എനിക്ക് കറക്റ്റാണ്, 4 ഓരോരോ മാർക്കിൻ്റെ അത് എനിക്ക് കറക്റ്റാണ്. അതിൻ്റെ ശേഷം 8 മാർക്കിൻ്റെയും കറക്റ്റാണ്. പിന്നെ ഈ 9 ഞാൻ അറ്റൻഡ് ചെയ്തത് 9, 10, 11, 12 4 ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ കറക്റ്റായിട്ടുള്ളത് 9, 10 പിന്നെ 11, 12 2 കറക്റ്റാണ്. 11 എനിക്കില്ല, രണ്ടാമത്തെ ബീൻ്റെ ക്വസ്റ്റ്യന് അത് തെറ്റിപ്പോയിട്ടുണ്ട്. അത് ഞാൻ വില്ല് വെച്ചിട്ട് എഴുതിയത് വുഡിന് വേണ്ടിയാണ്. അപ്പോൾ അത് അവിടെ മിസ്റ്റേക്ക് പറ്റിയിരിക്കണം. പക്ഷെ ബാക്കി 3 അറ്റൻഡ് ചെയ്തുകൊണ്ട് അവിടെ മാർക്ക് പോയിട്ടില്ല. പിന്നെ അടുത്ത കൺഫ്യൂഷൻ വന്നത് ഈ പ്രൊഫൈലിൻ്റെ കേസിലാണ്. ഇത് ബാനു മുഷ്തഖ് എന്ന് പറയുന്നത് ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാവില്ല. പിന്നെ ലാസ്റ്റ് എന്തൊക്കെയൊക്കെ കാണിച്ച് ഞാൻ പെണ്ണാണ് ബാനു എന്നൊക്കെ വെച്ച് പെണ്ണാണെന്ന് വെച്ച് എഴുതി. പെണ്ണെന്നാണ് ഞാൻ നോക്കി, ഞാൻ വീട്ടിൽ വന്നേ പാട് ഫസ്റ്റ് ചെയ്തത് ഗൂഗിളിൽ എടുത്തിട്ട് ആരാണ് ഈ ബാനു മുഷ്തഖ് ടൈപ്പ് ചെയ്ത് നോക്കി, എനിക്ക് അറിയില്ല ആരാണ്. അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ പെണ്ണാണ്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ കുറേ ആൾക്കാർ അത് ആണാണോ പെണ്ണാണോ ആക്കി. കുറച്ച് ആൾക്കാർ ആണെന്ന് എഴുതിച്ചവരുണ്ട്, കുറച്ച് ആൾക്കാർ പെണ്ണെന്ന് എഴുതിച്ചവരുണ്ട്. അത് പെണ്ണാണ് ശരിക്കും. പിന്നെ ഒരു പണി കിട്ടിയത് ഈ മഹാത്മാഗാന്ധിൻ്റെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യന്. ഞാൻ ഈ നോൺ വയലൻസ് ഒക്കെ അത്യാവശ്യം നോക്കി പോയിരുന്നു. പക്ഷേ ഈ സോഷ്യൽ ജസ്റ്റിസിൻ്റെ ആ ഒരു സംഗതി എനിക്ക് അത്ര ഐഡിയ ഇല്ലായിരുന്നു. എന്തൊക്കെയോ കാണിച്ച് എന്തൊക്കെയൊക്കെ എഴുതി വെച്ചിരിക്കണ്. അത്യാവശ്യം വൃത്തിക്ക് എഴുതിയിരിക്കണം ആ സാധനം. വലിയ കുഴപ്പമില്ലേനു, എന്നാലും കുറച്ചൊരു സുഖമില്ലായ്മ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയൊക്കെ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ എഴുതാൻ പറ്റി. ഒട്ടും സമയമില്ലാണ്ടായത് 8 മാർക്കിൻ്റെ സെക്ഷനിൽ എനിക്ക് ടൈം എന്ന് പറഞ്ഞ സാധനം തീരെ കിട്ടിയില്ല. അതായത് ഈ മോഡൽ എക്സാമിന് അത്യാവശ്യം എഴുതി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കൂടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ടൈം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ടൈമിങ് എന്ന് പറഞ്ഞാൽ നല്ല പണിയാണ് കിട്ടിയത്, തീരെ ടൈമിങ് കിട്ടിയില്ലേനു. ഇതിൽ 8 മാർക്കിൻ്റെ ഈ മെൻ്റൽ ഹെൽത്തിന് ആൻഡ് സെൽഫ് കോൺഫിഡൻസ് അതിനെ പറ്റിയുള്ള സ്പീച്ചില്ല. അത് ഞാൻ അത്യാവശ്യം നല്ല വൃത്തിക്ക് എഴുതി, ഏകദേശം ഒരു 2.5-3 സൈഡോളം എഴുതിയിട്ടുണ്ട്. അത് നല്ല വൃത്തിക്ക് എഴുതി. പക്ഷേ ഈ റെസ്യൂമിൻ്റെ CVൻ്റെ ഈ സാധനം ഞാൻ തീരെ നോക്കിയില്ലേനു. ഞാൻ തീരെ ഫുള്ളായിട്ട് ഞാൻ അതിൻ്റെ ഫോർമാറ്റ് നോക്കാനേ മറന്നുപോയി. എനിക്കാണെങ്കിൽ ഇങ്ങനെ കാര്യം ഓർമ്മയില്ല. ഞാൻ പിന്നെ വെച്ച് എസ്സേ അല്ല വരെ ട്രാവൽ എസ്സേ അല്ല വൃത്തിക്ക് പഠിച്ചിട്ടും പോയിനു. എന്നിട്ട് ട്രാവൽ എസ്സേ ചോദിക്കുകയും ചെയ്തില്ല, ഇത് ചോദിക്കുകയും ചെയ്തതൊന്നും പഠിച്ചിട്ട് ഒന്നും അറിയില്ല. പിന്നൊരു ആകപ്പാടുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ടൈറ്റാനിക്കിനെ പറ്റിയിട്ടുള്ള അപ്രിസിയേഷൻ എഴുതാം. ഇതിൻ്റെ ഈ ക്രിസ്റ്റൽ ഫ്ലെയിൽ എന്നുള്ള ലൈനില്ലേ, ഞാൻ അത് വരെയുള്ള അപ്രിസിയേഷൻ എഴുതിയിട്ടുള്ളൂ. ഇതിലുള്ള മറ്റേ പോയറ്റിക് ഡിവൈസസ് അതൊന്നും എഴുതാൻ സമയം കിട്ടിയില്ല. എന്നിട്ട് ലാസ്റ്റ് ഞാൻ എന്ത് എഴുതിച്ചെന്ന് അറിയോ, ഇത്രയും പോയറ്റിക് ഡിവൈസസ് ഇതിലുള്ളതുകൊണ്ട് ഈ പോം കുറച്ചുകൂടി വായിക്കാൻ അടിപൊളിയാണ് അങ്ങനെ എഴുതി വെച്ച്. അല്ലാണ്ട് ഇതിലുള്ള ഒരു പോയറ്റിക് ഡിവൈസ് എടുത്ത് എഴുതിയിട്ടില്ല. ഇതിൽ ഈ ഫ്ലെയിൽ വരെയുള്ളത്, ഫ്ലെയിൽ കഴിഞ്ഞ് എഴുതിനോ, ഫ്ലെയിൽ കഴിഞ്ഞിട്ട് ഷീ ബോർഡ് വരെ എഴുതിക്കണം. ബോർഡ് വരെ ഉള്ളത് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് വരെ ഉള്ളത് എഴുതിയിട്ടുള്ളൂ. അതിന് ശേഷം അങ്ങോട്ടുള്ളത് സമയമില്ലേനു. തീരെ സമയമില്ലാത്തൊരു എക്സാം എന്ന് പറഞ്ഞാൽ മോഡൽ ഇഷ്ടംപോലെ സമയം തന്നിട്ട് പബ്ലിക്കിന് തീരെ ടൈം തരാത്ത പോലെ ഇനി ഈ ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ അവസ്ഥ അതാണ്. അപ്പോൾ എനിക്ക് ബാക്കി നടക്കാൻ പോണതിനെ പറ്റി ഒന്ന് ആലോചിക്കാൻ തന്നെ കഴിയില്ല. ഇംഗ്ലീഷ് ഇത്രയും ഒരു ടഫാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ടഫ് എന്ന് പറഞ്ഞാൽ ഈ 8 മാർക്കിൻ്റെ സെക്ഷനാണ് ഒരു കൂടുതൽ ടഫാക്കിയിട്ടുള്ളത്. പിന്നെ ഈ തന്ന സെലിബ്രിറ്റി ആണാണോ പെണ്ണാണോ അത് തന്നെ മനസ്സിലാവണില്ലേനു. കുറച്ചേരം ഇങ്ങനെ അത് ആലോചിച്ചിരുന്നു. പിന്നെ ലാസ്റ്റ് പെണ്ണിനെ വെച്ച് എഴുതി. അങ്ങനെ അതിപ്പം അവിടെ മാർക്ക് വന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ സീനായിട്ട് തോന്നിയത് ഈ ടൈറ്റാനിക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഈ ടൈറ്റാനിക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒറ്റ സൈഡേ എഴുതിയിട്ടുള്ളൂ, ബാക്കി ഞാൻ എഴുതിയിട്ടില്ല. അപ്പോൾ ഇവിടെ നല്ല മാർക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഒരു 4-5 മാർക്ക് എന്തായാലും ഇവിടെ തന്നെ പോകാൻ ചാൻസ് ഉണ്ട്. ബാക്കിയുള്ള ഡിസ്കോഴ്സസ് ഒക്കെ കുറയാണെന്നുണ്ടെങ്കിൽ എത്ര ഉണ്ടാവും എനിക്കറിയില്ല. ഒരു സൈഡ് ഞാൻ എഴുതിയിട്ടുണ്ട്, ബാക്കി ഇതിൻ്റെ ഈ മാർക്കിൻ്റെ ടൈറ്റാനിക്കിൻ്റെ ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഇംഗ്ലീഷ് എക്സാമിൻ്റെ അവസ്ഥ. ഇനി ബാക്കിയുള്ള എക്സാമിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ പോയിട്ട് കെമിസ്ട്രി പഠിക്കട്ടെ. എന്നാൽ ശരി, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.